ഹായ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. നമ്മൾ വീണ്ടും ജ്വല്ലറിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടേ നമ്മൾ പറയാറുണ്ടല്ലോ കാശിൻ്റെ സെറ്റ് ബോക്സുകൾ ഇങ്ങനെ കിട്ടുമെന്നുള്ളത്. നിങ്ങളൊക്കെ കുറേ പേര് വാങ്ങിച്ചിട്ടുമുണ്ട് സെറ്റ് ബോക്സുകൾ. അപ്പോൾ ഇതിൻ്റെ ചെറുതുണ്ടാവും, ഇച്ചിരി കൂടെ വലിയ സൈസൊക്കെ കാണും. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ സൈസിൻ്റെ കാശ് അങ്ങനെ ചെയ്തിട്ട് മാല ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇതൊരു കളർ, ഇതൊരു ബ്ലാക്ക് കളറാണ്. ഇതൊക്കെ നല്ല സാരിയൊക്കെ കൊടുക്കുമ്പോഴേ നല്ല കഴുത്തൊക്കെ വെട്ടി ഇറക്കിയിട്ടുള്ള ബ്ലൗസൊക്കെ ഇടുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഇത് ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഏത് കളർ വേണേലും നമുക്ക് ക്രിസ്റ്റൽ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ബ്ലാക്കും മെറൂണും ഗ്രീനും ആയിരിക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ കളർ അങ്ങനെ യൂസ് ചെയ്താരും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ചെയ്തൊരു മാലയല്ലേ ഇപ്പോൾ ഈ കണ്ടത്. ഇത്രയും കാശ് ചേർത്തുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചില ഫങ്ഷനൊക്കെ ഇടുമ്പോഴേ പറ്റത്തുള്ളൂ. എപ്പോഴും ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? മോശമല്ലേ? അതുകൊണ്ട് നമുക്ക് മോശമല്ലാത്ത രീതിയിലേക്ക് ചെറിയ നമുക്ക് കുറച്ചിടം മാത്രം, ഇത്ര ഇടം മാത്രം ഉള്ളത് മതി. അതാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, സെറ്റ് കമ്മലോടുകൂടി കിട്ടും. സ്റ്റഡാണേ, ഹാങ്ങിങ്സ് അല്ല, സ്റ്റഡായിട്ട് തന്നെ കിട്ടും. അതെല്ലാ സെറ്റ് ബോക്സിലും കാണുക അവർ സെറ്റായിട്ട് കമ്മലും. പിന്നെ ഇത് ചെയ്യാൻ അറിയാൻ വയ്യാത്ത വ്യക്തികൾക്കാണെങ്കിൽ അവർ ഇതിനകത്ത് ഓൾറെഡി ഒരു ഫോട്ടോസ് വെച്ചിട്ടുണ്ടാവും. അത് മിക്ക സെറ്റ് ബോക്സുകളിലും ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോണിന് മൾട്ടി കളർ കിട്ടും. അതായത് പച്ച, ചുമപ്പ് ഇങ്ങനെയുള്ള കളർ മിക്സ് ചെയ്ത് കിട്ടും. അങ്ങനെ ഉണ്ടാവും. പിന്നെ വെള്ള മാത്രം കിട്ടും, പല കളറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പം കുറവാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ബ്ലാക്കാണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്, ബ്ലാക്ക്. പിന്നെ ഈ മിക്സഡ് കളർ കിട്ടിയിട്ടുണ്ട്, ഏത് ഈ മെറൂണും ഗ്രീനുമായിട്ടുള്ളത്. പിന്നെ ഇത്രയും കാശിടണ്ട കേട്ടോ. ഞാൻ നോക്കിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് വിൽക്കുന്നത് നഷ്ടമാണ്. അത് ഇതുപോലുള്ള ഓരോ ഫങ്ഷനൊക്കെ ആൾക്കാർ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാണ്, ഫുള്ളായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇതുപോലൊരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയെന്നറിയാമോ? ഒരു 6 എണ്ണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 10 എണ്ണം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറേ മാലകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ മെറൂണാണ്, ഒപ്പേക്കിൻ്റെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ക്രിസ്റ്റലും കിട്ടും. എനിക്ക് കുറച്ച് ഷൈനിങ് അധികം വേണ്ട, പക്ഷേ എന്നാലും ഇതിനകത്തൊരു തിളക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കൂടുതലും ഈ ഒരു ഒപ്പേക്കിനെ തിരഞ്ഞെടുത്തത്. എന്ന് വെച്ച് നിങ്ങൾക്ക് ക്രിസ്റ്റൽ വിടാം. ഇത് 4mm നമ്മൾ ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ ഇത് ശരിയായി കിടക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഇതായിപ്പോവും. പിന്നെ വേറൊരു കാര്യം, 6mm ചെയ്യാം. ഒറ്റ മാല വന്നിട്ട് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒറ്റ മാല വന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഗോൾഡനൊക്കെ ഇട്ട് ഇവിടെ ഒരു 6 കോയിൻ കൊടുക്കാൻ പറ്റും. 6 കോയിൻ കൊടുക്കാം. അത് ഒറ്റ ലെയറിൽ. ഈ 2 ലെയറൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ 4mm അല്ലെങ്കിൽ 3mm എടുക്കുക. അല്ലാതെ നമ്മൾ 6mm എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആനയ്ക്ക് നമ്മൾ നെറ്റിപ്പട്ട ചെയ്ത പോലെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് നടന്നാൽ മതി, അതല്ലേ നല്ലത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 3 മണി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 4mm ഒപ്പേക്ക് ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്, മെറൂണ്. പിന്നെ നമ്മുടെ കാശ് എടുത്തിട്ടുണ്ട്. ഈ കാശ് സെറ്റ് ബോക്സ് ആണ്, ലൂസായിട്ടുള്ളത് ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ല രസമുള്ള കോയിനാണ്, കുഞ്ഞു കോയിനാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ നേരത്തെ തന്നെ എല്ലാം സൂചിയൊക്കെ കൊരുത്ത് വെച്ചേക്കാണ്. അല്ലാതെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത് കൊരുത്ത് കഴിഞ്ഞാൽ ഇത് 3-4 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം കൊരുത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്തെന്നറിയാം. അത് കഴിഞ്ഞ് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ചേടാപ്പെട്ടി ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് തന്നെ 2 ചേടാപ്പെട്ടി, അതായത് എന്തിയേ നോക്കട്ടെ, തപ്പി മുമ്പേ ഉണ്ടായിരുന്നല്ലോ. ഇത് കണ്ട, ഇതിൻ്റെ ചേടാപ്പെട്ടി എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ചേരുന്ന ചേടാപ്പെട്ടിയാണ് അവരിട്ടേക്കുന്നത്. 2 ഹോളുള്ള 2 ഹോള്. അപ്പോൾ ഇങ്ങനെ എടുക്കുക. സൂചികളാണ് ഈക്വൽ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിരിക്കും, ഒന്ന് ഇറങ്ങിയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എന്നിട്ട് ഞാൻ ഈ നോക്കിയിട്ട് ഈ നൂലിനെ കെട്ടി വെച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത നൂല്, ബാലൻസ് വന്ന നൂലിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതിനകത്ത് 2 ഹോളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒന്ന് കയറാനും ഒന്ന് ഇറങ്ങാനും ഉണ്ടാവും. ഇതിനെ 2 വഴി കൂടെ അങ്ങോട്ട് ഇറങ്ങുക. ഒരൊറ്റ കെട്ടേ കെട്ടിയിട്ടുള്ളേ.
ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് പശ തേച്ചിട്ടാണെങ്കിൽ ഒറ്റ കെട്ട് മതി. കരിച്ചത് ഭയങ്കരമായിട്ട് അത് മുറുകിപ്പോവും, പിന്നെ നമുക്ക് അഴിക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് 2 ഹോൾ വഴി നമ്മൾ കയറ്റി വിടുക. ഇതിന് 2 ഹോളുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സ്റ്റോൺ ഫ്രണ്ടിൽ വരണം. നമ്മൾ ഈ ഓർക്കാതെ നമ്മൾ എന്ത് തിരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഇത് പിന്നെ സ്റ്റോൺ ഇതിൻ്റെ ബാക്കിൽ സ്റ്റോൺ ആരും കാണത്തില്ല. എന്നാലും നമ്മളൊരാൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഇതിലെന്താണ് ബാക്കിൽ ഇട്ടേക്കുന്നതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം നോക്കുമ്പോഴത്തേക്ക് ആ സ്റ്റോൺ തിരിഞ്ഞ് കിടക്കുന്നതെന്ന് അവർ തന്നെ പറയും. അപ്പോൾ അതിനേക്കാളും നല്ലത് ആരെയും കൊണ്ട് പറയിപ്പിക്കാതെ നമ്മൾ സ്റ്റോൺ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ മാല ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന മാല എന്ന് പറഞ്ഞാൽ ഇത്രയും ഫുൾ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ഇവിടെ വന്നിട്ട് കുറച്ച് ക്രോസിങ്, ഈ ക്രോസിങ് വന്നിട്ട് ആ ഭാഗം വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള. ഈ ക്രോസിങ് എല്ലാം ക്രോസിങ് ആണെങ്കിൽ ഈ കോയിൻ ഇട്ടേക്കുന്നിടം തൊട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ തന്നെ ഫുൾ വർക്ക് ചെയ്ത ഒരു മാലയാണിത്. അപ്പോൾ ഇത് ഫുൾ വർക്ക് ചെയ്ത് ഇപ്പം നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് വരുന്ന ഭാഗം ഈ ക്രോസിങ് എങ്ങനെയാണ്, കോയിൻ എങ്ങനെയാണ് ഇട്ടേക്കുന്നത് എന്നുള്ള കാണിച്ചു തരാം. അവിടെ ഇങ്ങനെയൊക്കെ ഈ വിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഈ വിട്ട് നിൽക്കുന്ന ഈ നൂലൊക്കെ ഉണ്ടല്ലോ, പശ തേച്ചൊന്ന് സെറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. പശ എവിടെ? കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ, കയ്യിലേ പശ ആയിട്ടുണ്ടെങ്കിൽ പൗഡറുണ്ടല്ലോ അത് അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും. അന്നേരം ഒട്ടിപ്പിടിക്കുന്ന പരിപാടി അങ്ങ് നിൽക്കും. അപ്പം നമ്പർ 3 മണി ഇങ്ങനെ 2, 3 ഇങ്ങനെ ഒട്ടിച്ചേർന്നൊക്കെ ഇരിക്കും. ഇത് ഞാൻ കത്രികയാണ് എടുത്തേക്കുന്നത്. കത്രിക വെച്ച് വലിയ പണിയൊന്നും നടക്കത്തില്ല, ചിലതിനൊക്കെ നല്ല കട്ടിയായിരിക്കും. ഇത് ശ്രദ്ധിച്ചോണോ, ഈ മേളിലെ സ്റ്റോണ് കറക്റ്റ് ചെയ്തിട്ട് വേണം. ഇത് ഇപ്പോൾ സ്റ്റോൺ വന്ന് കിടക്കുന്നുണ്ട്, ഈ സ്റ്റോൺ കല്ല് കാണാൻ പറ്റും നമുക്ക്. അത് തിരിഞ്ഞു പോകരുതെന്നാണ് ഞാനീ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഈ മുകളിലത്തെ നിരയിൽ വരുന്ന ഈ നൂലിൽ, മുകളിലത്തെ നൂലിൽ 2 ക്രിസ്റ്റലും 1 നമ്പർ 3 മണിയും താഴത്തെ നിരയിൽ 2 ക്രിസ്റ്റലുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഈ മുകളിലത്തെ ഈ നമ്പർ 3 മണിയില്ലേ, ആ 3 മണിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ഈ ഗോൾഡ് മാത്രം ഇട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് പോകാം, അങ്ങനെ താല്പര്യമുള്ളവർക്ക്. ചിലർക്ക് പറയും ഗോൾഡ് വേണ്ട, കുറച്ച് മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 ക്രിസ്റ്റൽ മുകളിലത്തെ നൂലിൽ 2, താഴത്തെ നൂലിലും 2, ഈ നമ്പർ 3 മണി ഇട്ട് നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഈ ക്രോസിങ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അങ്ങനെ വരുമ്പോൾ. ഇത് ക്രോസിങ് എങ്ങനെ നോക്കിയാലും ക്രോസിങ് എല്ലാം ഒരുപോലാണ്. ഞാനിത് ആദ്യകാലം തൊട്ടേ ക്രോസിങ് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. എന്നാലും പുതിയ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അവർക്കിതൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിനി എല്ലാ വീഡിയോയും കണ്ട് വരണ്ടേ. അപ്പം ഞാൻ അതിനാണ് ഈ ഒന്നേന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിപ്പം ക്രോസ് ചെയ്ത് വീണ്ടും നമ്മൾ പഴയതുപോലെ ചെയ്തു പോവാണ്. 2 ക്രിസ്റ്റൽ, താഴെ 2 ക്രിസ്റ്റൽ കൊടുക്കുക. ഇനി അതല്ല, നിങ്ങൾ താഴത്തെ നിരയിലാണ് ഈ പറയുന്ന ക്രിസ്റ്റലും മണിയും കൊടുക്കുന്നെങ്കിലും പ്രശ്നമില്ല. എവിടെയായാലും 2 ക്രിസ്റ്റൽ കൊടുക്കുന്ന 3ാമത്തെ നമ്പർ 3 മണി നമ്മൾ ക്രോസിങ് തന്നെയാണ് കേട്ടോ. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. അയ്യോ ഞാനിനിയും പറഞ്ഞതുകൊണ്ട് ഇനി മുകളിലത്തെ നിലയിൽ ആണ് ഇടേണ്ടത് അങ്ങനെയൊന്നുമില്ല. എവിടെയായാലും കുഴപ്പമില്ല, ഏത് നിരയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. കൂടുതൽ അഥവാ ചിലരുടെ ശരീരത്തിൽ ഈ ഇതുപോലത്തെയൊക്കെ ഗോൾഡൊക്കെ കയറുമ്പോഴത്തേക്ക് വെളുത്ത് പോകും, പെട്ടെന്ന് വെളുക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിനി എത്ര ഗ്യാരണ്ടി പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ രീതി നമുക്ക് പാദസരവും കൊടുക്കാൻ പറ്റും. പാദസരം ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇതേ രീതി ക്രോസ് ചെയ്ത് നല്ല രസമായിരിക്കും. മെറൂൺ പാദസരവും ബ്ലാക്ക് പാദസരവും. അപ്പം ഞാൻ ഇത് കുറച്ച് ദൂരം ക്രോസ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ക്രോസിംഗ് എല്ലാം ഇത്രയേ ഉള്ളൂ. അതിന് മുൻപേ നിങ്ങൾക്കൊരു എളുപ്പ പണി ഞാൻ കാണിച്ചു തരാമേ. വന്ന് നോക്കൂ. ഇതാണ്ടേ, ഈ മുകളിലത്തെ നിരയിൽ നമുക്കിതാ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് എത്ര വേണേലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എത്ര ക്രോസിങ്ങിന് വേണേലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് താഴെ ഇതുപോലത്തെ സെറ്റിങ് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, താഴെ 2 ക്രിസ്റ്റൽ കൊടുക്കുക. 4mm ഒപ്പേ ക്രിസ്റ്റൽ എടുത്തേക്കുന്ന ഏത് ക്രിസ്റ്റലാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. വലുതാണേലും ചെറുതാണേലും ശരി. ഇതിങ്ങനെ നേരത്തെ ഇട്ട് വെച്ചാൽ പണി നമുക്ക് നടക്കത്തില്ല. എന്നിട്ട് ദാണ്ട ഇതിനെ ഇങ്ങോട്ട് നീക്കുക, ഇവരെ ഇങ്ങോട്ട് നീക്കുക. ഇത് ക്രോസിങ് ചെയ്ത് പോവുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് നടക്കും. കണ്ട, ഇങ്ങനെ അങ്ങ് ക്രോസ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ 2 ഇട്ട് ഇതിൽ 3 ഇട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. ഇതാണ് എളുപ്പപ്പണി കേട്ടോ. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ 7 ക്രോസിങ് 2 4 6 1 7 ക്രോസിങ് ചെയ്ത് കഴിഞ്ഞു. 7 ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡിസൈൻ കൊടുക്കാം അതിനകത്ത്. ഇപ്പം നമ്മൾ ഇട്ടില്ലേ ക്രിസ്റ്റലും ഗോൾഡും ആയിട്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്പർ 3 മണി കൊടുത്ത് ക്രോസ് ചെയ്തിടുമ്പോൾ ഒരു ഡിസൈൻ കിട്ടും അതിനകത്ത്. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ അവരവരുടെ മനസ്സിനകത്ത് തോന്നുന്ന ഓരോ ഡിസൈനുകളാണേ. ഇതാണ് ക്രോസിങ്. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്തൊരു പൂ പോലെ ആവും, കണ്ട നല്ലൊരു ഡിസൈനല്ലേ. ഇതുപോലെ പാദസരം ചെയ്താൽ നന്നായിരിക്കത്തില്ലേ. ഇത് 4mm എടുക്കരുത്, പാദസരം വരുമ്പോൾ 3mm തന്നെ ചെയ്യണം. ഇതിൻ്റെ അടുത്ത നമ്പർ 0 ഇട്ട് ക്രോസ് ചെയ്യണം. നല്ല രസമല്ലേ. ഇത് വേണമെങ്കിലും ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പാദസരത്തിന് കണ്ടോ നല്ല രസമല്ലേ. ഇങ്ങനെ മാത്രം വേണമെങ്കിലും നമുക്ക് മാല ചെയ്തിടാം. ചോക്കറായിട്ടും ഇടാം, പിന്നെ കുറച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് ഇടാം, ലോങ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ലോങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നന്നായിട്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് ഡിസൈൻ ഈ രീതിയിൽ പിന്നെ ക്രിസ്റ്റൽ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ഗോൾഡിൻ്റെ ഫ്ലവർ കൂടെ കൊടുത്തു പോകും. എപ്പോഴും ക്രോസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ നഖത്തിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ച് വലിച്ച് പിടിച്ച് വെച്ചിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഞാൻ പറയുന്ന കേട്ട് അനുസരണം ഇല്ലാത്തവരങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അനുഭവം കിട്ടും. അപ്പം പിന്നെ പറയരുത്, ഓടി വരരുത്, അയ്യോ ചേച്ചിയെ ഇങ്ങനെ പറ്റിയെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ ക്രോസ് ചെയ്ത് കയറുമ്പോഴത്തേക്ക് നൂല് ഈ താഴത്തെ നൂല് മേളിൽ പോകും, മേളത്തെ നൂല് താഴെ വരും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും കുഴപ്പമില്ല, എന്നാലും വിട്ടു കൊടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. ക്രോസിങ് മറക്കാതെ ചെയ്തോണം. അപ്പോൾ ഇനി നമ്മളൊരു ഫ്ലവർ കൂടെ ഇട്ട് ഇവിടെ കൊണ്ട് ഞാൻ ഈ ക്രോസിങ് പരിപാടി, ഇവിടുത്തെ ക്രോസിങ് പരിപാടി ഞാനങ്ങ് നിർത്തുകയാണേ. കാരണം ഇത്രയും മതി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെന്തിൻ്റെ കണക്കനുസരിച്ച് ചെയ്തോണം, കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുത്തോണം. ലാസ്റ്റ് ഒരു ഫ്ലവറിൽ കൊണ്ട് ഞാൻ നിർത്തി. കണ്ട ഇങ്ങനെ ബ്രേസ്ലെറ്റ് വേണേലും ചെയ്യാം കേട്ടോ, നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ല നന്നായിരിക്കും ബ്രേസ്ലെറ്റ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഒരു വള ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് പറയാം. വള ചെയ്യുന്നത് കാണിക്കുകയല്ല, വെച്ച് കാണിച്ചു തരാം. അപ്പോൾ വള നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ ആദ്യം ക്രോസിങ് ചെയ്തെടുക്കുക. ചേടാപ്പെട്ടി വേണ്ട, അല്ലാതെ ചെയ്തെടുക്കണം. ചേടാപ്പെട്ടി വിട്ടിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് നൂല് നിങ്ങൾ കൂട്ടി ഇങ്ങോട്ട് മാറ്റി ഒരു കെട്ട് കെട്ടിയിട്ട് വേണം ഈ ക്രോസിങ് ചെയ്ത് ഇങ്ങോട്ട് പോകാൻ വേണ്ടി. സൗകര്യം ഒത്തു വരുന്നെങ്കിൽ ഒരിക്കൽ കാണിച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ വളയുടെ ഫ്രെയിമിൽ നമ്മൾ പശ തേക്കണം. പശ തേച്ച് ഇവനെ താണ്ട് ഇതുപോലെ ഒട്ടിച്ചങ്ങ് വെക്കണം. അല്ലാതെ നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ല. ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും, അല്ലാതെ അതിരിക്കത്തില്ല കേട്ടോ. ഒട്ടിച്ച് വെച്ചതിന് ശേഷം അത് ഒട്ടിയെന്ന് മനസ്സിലാകുന്ന ശേഷം വേണം നമ്മൾ നൂലെടുത്ത് അതിൻ്റെ 2 സൈഡും തയ്ച്ച് പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രോസിങ് വരുന്നില്ലേ, അവിടെ കൊണ്ട് തയ്ച്ചാൽ മതി ക്രോസിങ്ങിൽ. അങ്ങനെ വന്നാൽ നല്ലൊരു ഡിസൈൻ വള നമുക്ക് കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിപ്പോൾ എൻ്റെ മനസ്സിനകത്ത് തോന്നി അങ്ങനെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചാണ്. ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കൊള്ളാം, വളയ്ക്കൊക്കെ നന്നായിരിക്കും, ഒരു പുതിയൊരു ഡിസൈനായിരിക്കും. അപ്പോഴിത് കണ്ടോ, നമ്മൾ ക്രോസിങ്ങിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. കണ്ട ഇങ്ങനെ തന്നെ പൂക്കൾ കൊടുത്ത് നിങ്ങൾ പാദസരമൊക്കെ ഉണ്ടാക്കുക, കൊച്ചു പിള്ളേർക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുക, പിന്നെ നെറ്റിച്ചുട്ടി ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു നെറ്റിച്ചുട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാം, സ്റ്റാർട്ടിങ് റിങ്ങിൽ കൊണ്ട് കെട്ടി നിർത്തണം. എന്നിട്ട് നമ്മുടെ കയ്യിലെ ലോക്കറ്റുകളൊക്കെ കാണുമല്ലോ, ആ ലോക്കറ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോഴുണ്ടല്ലോ എന്ത് രസമായിരിക്കുമെന്നറിയാമോ. അപ്പോൾ പോയി റെൻറ്റിനും എടുക്കണ്ട, കാശ് കൊടുത്ത് വാങ്ങുകയും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇതൊക്കെ കുറച്ച് ഐഡിയസുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാവരും പഠിക്കൂ ചെയ്യൂ. ഇനി നമ്മൾ കണ്ടല്ലോ, ഇനി നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരു ഏകദേശം ഇവിടം വരെ ഉള്ളതേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ കുറച്ചും കൂടി നീളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചെയ്ത് പോരാ കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ഞാൻ കണ്ട ഇത് 3 വെച്ചാണ് കൊടുത്തേക്കുന്നത്. ഈ 3 മാത്രം നിങ്ങൾ പിടിച്ചേക്കേണ്ട. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ കൊടുത്തിട്ട് കുറേ ഒരു 10 ഇടയിൽ ഫ്ലവർ ഈ ക്രോസിങ് ഗോൾഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല 2 ഇടയിൽ വേണമെങ്കിൽ കൊടുക്കാം, 3 വേണമെങ്കിൽ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യൂ. ഇനി നമ്മളെന്താ ചെയ്യുക, ഇനി കാശുകളെ അങ്ങോട്ട് ചെയ്യാൻ പോകണം. മേളിൽ 2 ക്രിസ്റ്റൽ, ഒരു നമ്പർ 3 മണി. ഈ താഴെ ഒരു ക്രിസ്റ്റൽ,
ഇതൊരു കണക്കാണ് കേട്ടോ. ചുമ്മാ എങ്ങനെയും എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ കാശ് അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കും, പൊങ്ങിയിരിക്കും, ഒന്നിൻ്റെ മുകളിലായിട്ടിരിക്കും. അതുകൊണ്ടൊരു ഗ്യാപ്പ് വേണമല്ലോ, അതിനാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഈ ക്രോസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് 1 2 ക്രിസ്റ്റലിട്ട് ഒരു നമ്പർ 3 മണി ഇട്ടു, താഴത്തെ ലൈനിൽ ഒരു ക്രിസ്റ്റലിട്ട് ഒരു കോയിനിട്ട് പിന്നെ ഒരു ക്രിസ്റ്റലിട്ട്, എന്നിട്ട് ഈ ഗോൾഡിനെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്ത് ഇത് ചേർന്ന് കിടന്ന് കളയും. ഇങ്ങനെ താണ്ട് ഈ ഒരു ഗ്യാപ്പിൽ കിടക്കണം. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. മുകളിൽ 2 ക്രിസ്റ്റൽ, ഇതാണ് 2 ക്രിസ്റ്റൽ, ഒരു നമ്പർ 3 മണി, താഴെ ഒരു ക്രിസ്റ്റലേ ഇടത്തുള്ളൂ കേട്ടോ. ഇവിടെ ക്രോസിങ് കഴിഞ്ഞിരിക്കുകയാണേ, ഒരു ക്രിസ്റ്റൽ. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിച്ചു തരികയാണ് ഞാനങ്ങ്. ഒരു കോയിൻ, വീണ്ടും ഒരു ക്രിസ്റ്റൽ, എന്നിട്ട് ഈ ഒരു നമ്പർ 3 മണിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ക്രോസിങ്, നോക്കിക്കോ ക്രോസിങ് ചെയ്യുന്നു കണ്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക, എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുകയാണ്. ഇത്രയും ഗ്യാപ്പെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊന്ന് ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് അങ്ങോട്ട് ചെയ്തു പോകാം. അങ്ങനെ കണ്ടോ, നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കോയിനാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മതി. നെക്ലസ് വേണമെങ്കിലും ഉണ്ടാക്കാം, അതല്ല ഇവിടം വരെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണണ്ടേ എല്ലാം. ഇത് ഗിയർ വയറിൽ പറ്റത്തില്ല ഉള്ള കാര്യം പറഞ്ഞേക്കാം, നൂലിൽ തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ സൂചി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യലിൻ്റെ സൂചി കിട്ടും. ഇത് ക്രോസിങ്ങിനൊക്കെ ആ സൂചികളൊക്കെ ഈസി ആയിട്ട് കയറിപ്പോവും. നമ്മൾ ചില ചക്കിരികളിലാണ് ഇത് കയറിപ്പോകാത്തത് കൊണ്ടാണ് നമ്മൾ ഈ നൈസ് സൂചി എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയണം, ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുന്നത്, എന്ത് ചെയ്യാം സഹോദരങ്ങളെ, ഞാനും കിടന്ന് ഇണ്ണറ എണ്ണിക്കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ എങ്കിലും ചിലത് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് ഈ നൈലോൺ ത്രെഡ് എടുക്കുന്നത്. ചിലതിനൊന്നും നമുക്ക് നൈലോൺ ത്രെഡ് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ നമ്മൾ ഈ നൂല് തന്നെ എടുക്കുന്നത്. നിങ്ങളല്ലാത്ത സൂചി വാങ്ങിച്ചോ, ഒരു പ്രശ്നമില്ല. ചെറിയ സൂചി കിട്ടും, ഇച്ചിരി ഹോളുള്ള സൂചി കിട്ടും തയ്യലിൻ്റെ, അത് നിങ്ങൾ വാങ്ങിച്ചോ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് ഫ്ലവറൊക്കെ വന്നപ്പോൾ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മറു സൈഡ് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. 2 വശവും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരുപോലെ നിങ്ങൾ വെച്ച് നോക്കണം, എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് വെച്ച് നോക്കണം. ഈക്വലായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ചേടാപ്പെട്ടി നമ്മൾ അങ്ങോട്ട് ആദ്യം ഇട്ടപ്പോൾ ഇതിനകത്തൂടായിരുന്നു ഇറങ്ങിയിരുന്നത്. ഇപ്പം നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡ് വഴി മേപ്പോട്ട് കയറുക കേട്ടോ. ഇങ്ങനെയാണ് ഈ ചേടാപ്പെട്ടിയുടെ ഒരു രീതി. ഈ ചേടാപ്പെട്ടിയുടെ അല്ല, എല്ലാ ചേടാപ്പെട്ടി അതുപോലൊക്കെ തന്നെ. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ പേടിച്ച് പോകും. അതുകൊണ്ടാണ്. അടുത്ത് നമ്മളെന്താ ചെയ്യുക, ഇങ്ങനെ ഇനി ഇവിടെ ഇട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ കഠിന പണിയൊന്നും നമുക്കില്ല. അപ്പം നമ്മൾ കെട്ടുന്ന സമയം കുറച്ച് പശയും കൂടി കൊടുത്തേക്കണേ. പശ എന്തോന്ന്, കുറച്ച് പശയും കൂടി കൊടുത്തിട്ടേ കെട്ടാവേ, അപ്പോഴേ നല്ല ടൈറ്റാകത്തുള്ളൂ കേട്ടോ. എളുപ്പമെന്നാണ്, പണിയൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യാനുള്ള രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അതേ രീതി തുടർന്നാൽ നല്ല പെട്ടെന്ന് ചെയ്യാം. 2 3 കെട്ട് കെട്ടിക്കോ, ഒരു കുഴപ്പമില്ല. വേറെ മീനിങ് ഒന്നും എടുക്കല്ലേ, പോലീസ് പിടിക്കും. അതുകൊണ്ട് ഞാൻ ഈ കെട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. നിങ്ങൾ വേറെ കെട്ടിനെ പറ്റിയൊന്നും പറഞ്ഞ് കേസ് കൊടുക്കല്ലേ, പാവം പിടിച്ചവരൊക്കെ അകത്തായിക്കളെ. അങ്ങനെ ഇതിപ്പം എന്താ, ഈ നെക്ലസ് മോഡൽ ഞാൻ ബാക്കിൽ ത്രെഡാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതന്നേ ഉള്ളൂ. ഇങ്ങനെ കിടക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ 2 കൂട്ടി കൊടുക്കുക. ഇത്രയും ചിലർക്ക് ഇത്രയും വേണ്ടി വരുമല്ലോ. ഇങ്ങനെ ചെയ്യുക. കൊള്ളാമോ? പിന്നെ
ത്രെഡ് അല്ലാതെ ചെയിൻ, ലോങ് ചെയിനും ഉണ്ട്, അത് വേണമെങ്കിലും കൊടുക്കാം. കുറച്ച് സ്റ്റാൻഡേർഡായിട്ടൊക്കെ ചെയ്യുമ്പോൾ ലോങ് ചെയിൻ കൊടുക്കാൻ നോക്കുക. ഈ കാശെന്ന് പറയുന്ന ഒരു കാലം എന്താണ് ഡാമേജ് വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നോ ഒന്നുമല്ല. എപ്പോഴും ഈ ഓണം പോലെയുള്ള വിശേഷാവസരങ്ങളിൽ മാത്രമല്ല നമ്മൾ കാശുകളൊക്കെ ഉപയോഗിക്കുന്നത്, ഈ കാശിൻ്റെ ഈ ലോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പല ഫംഗ്ഷനുകളും നമുക്കത് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതിൻ്റെ സെറ്റ് ബോക്സ് അന്ന് ഓണത്തിനൊക്കെ ഇഷ്ടം പോലെ പോയി ഒരുപാട് സെയിൽ ചെയ്തതാണ്. അപ്പോൾ കുറേ കൂടി ഇരിപ്പുണ്ട്, ഇനി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാശിൻ്റെ ലോക്കിന് സെറ്റ് ബോക്സ് നിങ്ങൾ ഓർഡർ ചെയ്യുക. ഈ സെറ്റ് ബോക്സ് എടുക്കുന്നതിനാണ് നിങ്ങൾക്ക് ലാഭം. കാരണം വെച്ചാൽ അതിൽ നമുക്ക് ആവശ്യത്തിന് 6 പീസൊക്കെ ഇട്ട് നമുക്ക് കുറേ മാലകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു നഷ്ടവും വരില്ല. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ സെറ്റ് ബോക്സ് ആണെങ്കിൽ ലൂസ് വേണമെന്നുള്ളവർക്ക് അതിൻ്റേതായ വേറെ ഉണ്ട്, ഇവിടെ പല കളറിൻ്റേതുണ്ട്, അത് ആവശ്യപ്പെടുക. ഇങ്ങനെ സെറ്റ് ബോക്സ് എടുക്കുന്നവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സെറ്റ് ബോക്സിൽ നമ്മൾ ലൂസ് തരുമ്പോഴത്തേക്കുള്ള ദോഷം എന്നറിയാം, കമ്മൽ ഒരാൾക്കേ കിട്ടത്തുള്ളൂ, പിന്നെ കമ്മൽ കിട്ടത്തില്ല. അപ്പോൾ സെറ്റ് ബോക്സായിട്ട് എടുത്തു കഴിയുന്നവർക്ക് കമ്മൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാശ്. എപ്പോഴും ഒരു ട്രഡീഷണൽ കാശുമാലയാണ്, അത് എപ്പോഴും നല്ലതാണ് ഏത് ഫംഗ്ഷനും. ഇപ്പോഴത്തേക്ക് കാശുമാല എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ സെറ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു ഇതും കാണത്തില്ല. ഒറിജിനലിനെ വെല്ലുന്ന ടൈപ്പിലെ ഈ മൈക്രോയാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ ഒറിജിനൽ സ്വർണ്ണക്കടയൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും സ്വർണ്ണം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനേക്കാളും കിടു എൻ്റെ കയ്യിലുള്ള ജ്വല്ലറിക്ക് കളറുണ്ട്. അതൊക്കെ എന്തോന്നാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് എൻ്റെ ജ്വല്ലറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. മാക്സിമം ഇതാണ് 2, 4, 6, 8, 10, 12 ഇട്ടിട്ടുണ്ട്. മാക്സിമം ഈ രീതി ചെയ്യണേ 12 ഇട്ടാൽ മതി, ഒരുപാട് ഇടേണ്ട കാര്യമില്ല. ഈ മാല ഞാൻ ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളതിൻ്റെ സൈസ് പറയണം. ഫുള്ളാണെന്നുണ്ടെങ്കിൽ അത് പറയണം. അതല്ല എനിക്ക് ഇത്ര കാശിട്ട് ചെയ്ത് തന്നാൽ മതി എന്നുണ്ടെങ്കിൽ അതും പറയണം. അല്ലെന്നുണ്ടെങ്കിൽ അത് എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ലെന്തിൻ്റെ കാര്യം, ലെന്ത് അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുക. എനിക്ക് കുറേ ഇറക്കം വേണം, അതായത് നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് വരെ നിൽക്കത്തക്ക വിധത്തിലാണെന്നുണ്ടെങ്കിൽ അതും പറയണം. ഇങ്ങനെയൊക്കെ പറയണം. അല്ലാതെങ്കിൽ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ചെയ്ത് അങ്ങ് തരും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടെങ്കിലോ ഇങ്ങനെ അല്ല എന്നൊന്നും പറയല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചെടുക്കുന്നത് എനിക്ക് ഡബിൾ പണിയാവും. അതുകൊണ്ടാണ് പറയാനുള്ളത് ആരംഭത്തിലെ എല്ലാവരും പറയുക. അപ്പോൾ മാല ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ചെയ്യാൻ വയ്യാത്തവർക്ക്, അതല്ല ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെറ്റ് ബോക്സ് ഉണ്ട്, അത് ആവശ്യപ്പെടുക. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, തൽക്കാലം വേറെ വിശേഷങ്ങളൊന്നുമില്ല, എല്ലാം പുറകെ പറയാം. അപ്പോൾ ഓക്കെ.